ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ കുറേ നാളായി ഈ വിറക് ഇവിടെ കൊത്തിയിട്ടിട്ട് എപ്പോഴും വിചാരിക്കും, പക്ഷേ ഈ വാരി പോലത്തെ, അതായത് ഈ കവുങ്ങിൻ്റെ വിറകായതുകൊണ്ട് തന്നെ കൈക്കിങ്ങനെ തറച്ച് കയറും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് അകത്തേക്ക് വെക്കാഞ്ഞത്. അതുകൊണ്ട് തന്നെ പുറത്ത് ആവശ്യത്തിന് എടുത്താൽ മതിയില്ലേന്ന് വെച്ചിട്ട് പുറത്ത് തന്നെ വെച്ചിട്ടായിരുന്നു ഉണ്ടായത്. അപ്പം ഈ വിറകൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് മഴക്കാറ് നല്ല രീതിയിലുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ഫുൾ നനഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. അതുകൊണ്ടാണ് ഈ ഒരു വിറകൊക്കെ ഇപ്പോൾ എടുത്ത് വെക്കുന്നത്. അപ്പം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ കച്ചറയായിട്ടുണ്ട്, അതെല്ലാം വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ കുറേ നാളായി അലക്കുകല്ലിൽ അലക്കാത്തത്. ഈ വിറക് ഇവിടെ കൊത്തിയിട്ടേ പിന്നെ അവിടുന്ന് അലക്കാനും പറ്റില്ല, കാരണം അങ്ങോട്ട് വെള്ളം കൊണ്ടുപോകാനാക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട്. അതിനിടയ്ക്ക് മിന്നു കുരുത്തക്കേട് കളിച്ചിട്ട് അങ്ങോട്ട് ഓടി. ഞാൻ പോയതൊക്കെ നോക്കിയിട്ട് അതാ പൊന്നു വന്നിട്ട് സഹായിക്കാനുള്ള രീതിയിലൊന്ന് വന്ന് വിറകൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം മാൻവിക്കുട്ടീനെ കഴറ്റി, പിന്നെ ഓള് പൊടി പോലും ഉണ്ടായിട്ട് രണ്ടാളും കൂടെ മാൻവീരെ ഒപ്പരം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം പറക്കി എടുത്ത് വെച്ച് കൈക്കെല്ലാം ഇങ്ങനെ വാരി കൊണ്ടിട്ടുണ്ടായിരുന്നു. നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിറക് എടുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ട്. വിറകെല്ലാം ഏകദേശം എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് അടിച്ച് വാരി കത്തിക്കണമായിരുന്നു എല്ലാം. കുറച്ച് ദിവസമായി, എനിക്കൊന്ന് 1 മാസത്തോളമായി വിറകിടെ കൊത്തിയിട്ടിട്ട്. ഇങ്ങനത്തെ വിറകായതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുക്കുവാക്കൊന്നും ചെയ്യാഞ്ഞത്. അപ്പം എല്ലാം അടിച്ച് വാരി കൂട്ടിയിട്ടൊന്ന് കത്തിച്ച് കഴിഞ്ഞാൽ അത്രയും വൃത്തിയായല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം കത്തിച്ചു. അയ്യോ പുക. അത് കഴിഞ്ഞിട്ട് ഇതാണ്ടല്ലേ, ഞാൻ അന്ന് ചിരളൊക്കെ ഞാൻ ഒതുക്കിയിട്ട് ഒരു മുരിങ്ങയുടെ ചുവട്ടിലേക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെയും കോഴി ചതക്കി. കാര്യമൊന്നുമില്ല, ഞാൻ മേലേക്ക് കൂട്ടും, പിന്നെ കോഴി താഴേക്ക് കൂട്ടും. അത് തന്നെയാണ് എപ്പോഴും നടക്കുന്നത്. പിന്നെ മരങ്ങൾക്ക് എപ്പോഴും എനിക്ക് പണി തന്നിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കണക്കിന് എപ്പോഴും ഉണ്ടാവും അടിച്ചു വാരാൻ ഇങ്ങനെ കാട്ടം. പിന്നെ എനിക്ക് പിന്നെ ഇങ്ങനെ അടിച്ചു വാരുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണിയെടുക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഞാൻ മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പണിയെടുത്തിട്ടാണ് എൻ്റെ ഒരു മൈൻഡൊക്കെ ഫ്രീ ആക്കാം. അന്നേരം പണിയെടുക്കുന്ന സമയത്ത് അതെങ്ങനെ വൃത്തിയാക്കേണ്ടത് എന്നില്ല ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതൊക്കെ ഞാൻ വൃത്തി അങ്ങനെ ചിരണ്ടി എടുത്ത് ഇങ്ങനെ കൂട്ടി ഇടുന്നുണ്ട്. പിന്നെ ഫുള്ളും ചുറ്റുപാടെല്ലാം അടിച്ച് വൃത്തിയാക്കി. ഇനി കളവും എല്ലാം അടിക്കാനുണ്ട്, പിന്നെ വെള്ളം അടിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണുള്ളത്. അടിക്കുന്നതിന് മുമ്പ് തന്നെ കുറേ സംഭവങ്ങളൊക്കെ പറക്കാനുണ്ടായിരുന്നു. പറക്കാൻ തന്നെ നടന്നു കുറച്ച് നേരം. ഈ മുട്ടായിയുടെ കടലാസും പിന്നെ കുപ്പിയും പാട്ടി ഇതൊക്കെ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ കളം നിറച്ചുമായിരുന്നു ഉണ്ടായത്. അപ്പം അതൊക്കെ ഒന്ന് പറക്കി എടുത്ത് വെച്ചില്ലെങ്കിൽ അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതും അതിൻ്റെ സൈഡിലൂടെ അതും ചെയ്ത്, അത് കഴിഞ്ഞിട്ട് വെള്ളം ഫുള്ള് നനച്ചു കൊടുത്തു. ഇല്ലെങ്കിൽ പൊടിയടിച്ച് തുമ്മി ഞാൻ ചാവേണ്ടി വരും. അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വെള്ളം പാറ്റിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അടിച്ച് ഇപ്പോൾ എന്നാലും പൊടി വരുന്നുണ്ട്. എന്നാലും വലിയ ഒരു പൊടിയിൽ നിന്ന് കുറച്ചൊരു ശമനമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എനിക്ക് ഈ അടിച്ചു വാരുമ്പോൾ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ പറക്കൽ. ഓരോന്നോരോന്ന് ചെരുപ്പ് ഉണ്ടാവും ഒരു സ്ഥലത്ത്, കളിപ്പാട്ടുണ്ടാവും ഒരു സ്ഥലത്ത്. അത് അടിക്കുന്ന സമയത്തായാലും അത് തന്നെ. ഈ പറക്കി
മടുത്തു. ഈ അടിച്ച് വാരുന്നതും ആക്കുന്നതെല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഈ ഓരോരോ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ പറക്കി എടുത്ത് വെക്കൽ എത്ര പ്രാവശ്യം ഇങ്ങനെ കുഞ്ഞിട്ടാക്കിയിട്ട് വേണം. മടുത്തു പോകുന്ന കാര്യമാണത്. പിന്നെ ആ ചെറിയ കുട്ടികളുള്ള വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഏകദേശം മിറ്റെല്ലാം അടിച്ച് കഴിയാറായി. ഇനി അടുത്ത പരിപാടിയാണ് വെള്ളമടിക്കൽ. വെള്ളമടിക്കൽ എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, പറമ്പിൽ വെള്ളമടിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. അപ്പം ചെടികൾക്കും വെള്ളമടിച്ച് ഇന്ന് പറമ്പ് നനക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഒന്നരാടം മാത്രമേ ഞാൻ നനക്കലുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അടിച്ചു വാരലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടിയാണ് വെള്ളമടിക്കൽ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനം, സ്വസ്ഥം ഗൃഹഭരണം. അപ്പം മേലത്തെ ഒരു ഏച്ചി വരുന്നുണ്ടായിരുന്നു. അവർ ആടിന് തീറ്റ പറിക്കാൻ പോയിട്ട് വരുന്നതായിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് നേരം ഇങ്ങനെ കുശലം അന്വേഷിച്ച് മക്കളെയൊക്കെ ചോദിച്ചു. ഇങ്ങനെ എന്നിട്ട് അവർ പോയി അങ്ങോട്ട്. അപ്പം പോയ സമയത്ത് ഏച്ചിക്ക് എന്തോ ചോദിച്ചു തരാം, അതിനും മറുപടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കഴിഞ്ഞു. പണിയും കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് വന്നറിയില്ല ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ച് കൂട്ടീനത്ര അപ്പോഴത്തേക്ക് തുടങ്ങി ചെക്ക് ചെയ്യാൻ. ഇതാണ് ഏറ്റവും ദേഷ്യം. എല്ലാം വൃത്തിയാകും, പക്ഷേ ഈ കോഴികളെല്ലാം കൂടെ ചകഞ്ഞ് മനുഷ്യന് പണി തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.